അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് സ്വർഗം നേടാൻ സാധ്യമാകുന്ന 4 നന്മകളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെയൊക്കെ ആഗ്രഹം ദുന്യാവിൽ അല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ സഹിച്ച് ജീവിച്ചാലും പരലോകത്ത് സ്വർഗീയമായ ജീവിതം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്, സ്വർഗം ലഭിക്കണമെന്ന്. കാരണം സ്വർഗം അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ, തൃപ്തിയുടെ ഇടമാണ്. അതിൽ പ്രവേശിച്ചവർ ഒരു കാലത്തും അതിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. സ്വർഗം ലഭിക്കാതിരുന്നാൽ പിന്നെ ലഭിക്കുന്നത് നരകമാണ്. നരകത്തിൻ്റെ ചൂടോ നരകത്തിൻ്റെ ശിക്ഷയോ നമ്മളെക്കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നതിൻ്റെയും അപ്പുറത്താണ്. അപ്പം നമുക്കാർക്കും നരകത്തിൽ പോകാൻ ആഗ്രഹമില്ല. എന്നാൽ സ്വർഗത്തിൽ പോകണമെന്ന് അതിയായി നമ്മൾ ആഗ്രഹിക്കുകയും റബ്ബിനോട് നമ്മൾ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം ലഭിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന 4 നന്മകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അത് ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ താല്പര്യത്തോടെ ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യം തന്നെ, റഅയ്തുക താബത്തു നഫ്സി ഖററത ഐനി അംബിഇനി അൻ കുല്ലി ഷൈ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ വിനയത്തോടെ, ബഹുമാനത്തോടെ അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അംബിഇനി അൻ കുല്ലി ഷൈ, എല്ലാ വസ്തുവിനെക്കുറിച്ചും ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എല്ലാ വസ്തുവിനെക്കുറിച്ചും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുല്ലു ഷൈഇൻ ഖുലിക മിനൽ മാ, എല്ലാ വസ്തുവും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് അടുത്ത ചോദ്യം ചോദിക്കുക, നമ്മുടെ വിഷയം അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ വിശദീകരിക്കാത്തത്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അഖ്ബിർനി ബിഷൈഇൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ നബിയെ. ആ പ്രവർത്തനം ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്നാമത് പറഞ്ഞു കൊടുത്ത് അത്വഇമുത്വആം, ഭക്ഷണം കൊടുക്കുക. അത് വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ നമ്മുടെ നേർച്ചകൾ, നമ്മുടെ കല്യാണങ്ങൾ, നമ്മുടെ വീട് താമസം, നമ്മുടെ ആണ്ടുകൾ, മരണപ്പെട്ട് 3 ആയാലും 7 ആയാലും 14 ആയാലും 40 ആയാലും അത് ആണ്ടാണെങ്കിലും, അതുപോലെ റബീഉൽ അവ്വൽ അന്നദാനം,
12-ൻ്റെ അന്ന് പ്രത്യേക ഭക്ഷണ വിതരണം, ബദരീങ്ങളെ ആണ്ടിനെന്നുള്ള ഭക്ഷണ വിതരണം, മുയ്ദി ഷേഖിൻ്റെ ആണ്ട്, അതുപോലെ റിഫായി ഷേഖിൻ്റെ ആണ്ട്, അതുപോലെ മമ്പുറം തങ്ങളുടെ ആണ്ട്, മടവൂർ തങ്ങൾ ആണ്ട്, അതുപോലെ അജ്മീർ ഖാജ തങ്ങളെ ആണ്ട്, ഇതൊക്കെ നമ്മൾ നടത്തുന്നത് അതിൻ്റെ കൂടെ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ടല്ലോ. അതെന്തിനാണ് അത് നടത്തുന്നത്? ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, സംഖ്യ സ്വരൂപിക്കുന്നത്, കമ്മിറ്റി ഉണ്ടാക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒക്കെ പുണ്യമാണ്. കുറേ ആളുകൾക്ക് ഭക്ഷണം കിട്ടുകയല്ലേ. ഇപ്പോൾ റബീഉൽ അവ്വലാണെങ്കിലും അതുപോലെ ഒമാനു ശുഹദാക്കളുടെ നേർച്ചയാണെങ്കിലും ഒക്കെ നമ്മുടെ മഹല്ലുകൾ വളരെ സജീവമായി അതിന് ഫണ്ടുകൾ ശേഖരിക്കുന്നു. എല്ലാവരും അതിലേക്ക് താല്പര്യത്തോടെ സഹായിക്കുന്നു. അതെല്ലാവരും ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഇന്ന ദിവസം ഇത് നടത്തണമെന്ന് തീരുമാനിക്കുമ്പോൾ പിന്നെ നാട്ടുകാരങ്ങോട്ട് അത് ഏറ്റെടുത്ത പോലെയാണ്. അതിനൊരു കടവും ഇന്നേ വരെ വരാറില്ലല്ലോ. കേട്ടുകേൾവിയില്ല നമുക്ക്. റബീഉൽ അവ്വൽ പരിപാടി അന്നദാനം നടത്തിയിട്ട് കടമായി എന്ന് പറയുന്നവരില്ല. മറിച്ച് ബദരീങ്ങളാണ്ട് റബീഉൽ അവ്വൽ പരിപാടിയൊക്കെ നടത്തിയിട്ട് എത്രയോ സംഖ്യ പള്ളിക്ക് മഹല്ലിന് മദ്രസയൊക്കെ മിച്ചമായി വരികയും അത് മദ്രസയുടെ പഠനത്തിൻ്റെ കാര്യവും പഠിപ്പിക്കുന്നതിൻ്റെ അവിടുത്തെ പ്രവർത്തനത്തിനൊക്കെ എടുക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ രൂപത്തിൽ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇനി അത് നമ്മുടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു മതക്കാർക്ക് കൊടുക്കാം. ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. ഒരു മനുഷ്യന് കൊടുത്താൽ അതേത് മതക്കാരനാവട്ടെ, അയാൾ ഏത് സ്വഭാവക്കാരനാവട്ടെ, ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. ഇനി മനുഷ്യനാവണ്ട, ഏത് ജീവിക്ക്, നായക്ക് പോലും ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ടല്ലോ. കാരണം നായയും ഒരു ജീവനുള്ള സാധനമാണ്. ജീവനുള്ള സാധനത്തിന് അതിന് വിശപ്പും ദാഹം സ്വാഭാവികമാണ്. അത് വിശപ്പടക്കാൻ, ദാഹമകറ്റാൻ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത് എത്രത്തോളം പുണ്യമാണ്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ സ്വർഗത്തിലെത്തിയത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ദീൻ. രണ്ടാമത്തെ കാര്യം വളരെ ചുരുക്കി പറയാം. അഫ്ശിസ്സലാം, സലാമിനെ പ്രചരിപ്പിക്കുക, വ്യാപകമാക്കുക. മുസ്ലിങ്ങൾ കാണുമ്പോൾ സലാം പറയാം, വലിയ കൂലിയുള്ള കാര്യമാണ്. അസ്സലാമു അലൈക്കും, തിരിച്ച് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു കൂട്ടിയാൽ ഒന്നും കൂടെ പുണ്യം. മൂന്നാമത്തെ കാര്യം വസിലിൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. കുടുംബക്കാരുടെ സ്നേഹത്തോടെ പെരുമാറുക, മിണ്ടുക, സംസാരിക്കുകയൊക്കെ ചെയ്യുക. നാലാമത്തെ കാര്യം വസല്ലി ബില്ലൈലി, രാത്രിയിൽ നിസ്കരിക്കുക. വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അഥവാ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതനായി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചതായിട്ട് കാണാം. ഇത് ഇമാം അഹ്മദ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നന്മകളൊക്കെ അള്ളാഹു അത് നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത്, എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.